ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് എത്തിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കാം. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പം ഇതൊരു അൺകണ്ടീഷണൽ ലവിൻ്റെ എനർജിയാണ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ടാണ് മറ്റ് ഒരാൾ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ വളരെ വാത്സല്യത്തോടു കൂടി കാണുക, വളരെ മദർലി അഫെക്ഷനോട് കൂടി കാണുക. അതാണ് ഈ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞത്. അതായത് നമുക്കുള്ളതെല്ലാം മറ്റൊരാൾക്ക് കൊടുക്കാൻ, പങ്കിട്ട് കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ. അതാണ് ക്വീൻ ഓഫ് കപ്സ്. ഒരു എന്താണ്, മദർഹുഡിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന ഈ പാവം അമ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ, ഒരു എനർജിയാണ്. അപ്പം നമുക്ക് വളരെ സ്നേഹമാണ് മറ്റുള്ളവരോട് തോന്നുക എന്നുള്ളതാണ് ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി. ഇത് നിങ്ങൾക്ക് ഒരാളെ മിസ് ചെയ്യുന്നതായിരിക്കാം, ഒരാളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അങ്ങനെ ഒരു എനർജി കൂടിയുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കാൻ തയ്യാറാവുകയും അവർക്ക് കുറച്ച് പരിഹാര മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം, നിങ്ങൾ ഹീൽ ചെയ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഹീൽ ചെയ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ മനസ്സ് ഇന്ന് കിടന്ന് വല്ലാതെ പെയിൻ അനുഭവിക്കുന്നുണ്ടാവും. അതായത് ഹീൽ ചെയ്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അതിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതിനെ ആലോചിച്ച് നിങ്ങൾ കുറച്ച് കോൺഫ്ലിക്റ്റഡ് ആയിരിക്കും. എങ്കിലും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനായിട്ട് നിൽക്കുന്ന പോലെയാണ് കാണുന്നത്. മറ്റുള്ളവർക്ക് എന്ത് ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി എന്നും ചെയ്തു കൊടുക്കാനുള്ളൊരു നല്ല മനസ്സുകൊണ്ട് നിൽക്കുന്ന പോലെയാണ് ഈ ക്വീൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ഒരു മദർലി അഫെക്ഷനാണ്. നെക്സ്റ്റ് വീണ്ടും എംപ്രസ് ആണ്. അപ്പോൾ ഒരു മദർഹുഡാണ് ഇന്ന്, ശരിക്കും ഒരു മദർഹുഡാണ്. ചിലപ്പോൾ നിങ്ങൾ ആസ് എ പേരൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. ഒരു മദർലി, അതായത് മദറിൻ്റേതായ കുറേ ഡ്യൂട്ടീസ് നിങ്ങളിന്ന് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഒരു ഫെർട്ടിലിറ്റിയുടെ കാർഡാണ്. അതുപോലെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ഫെർട്ടിലിറ്റിയുടെ കാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു വാർത്തയൊക്കെ കേൾക്കാനൊക്കെ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളെ കാണാൻ ഇന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നിങ്ങളെ തന്നെ വളരെ ഭംഗിയിലൊക്കെ ആയിരിക്കും അണിയിച്ചൊരുക്കൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നത്. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാവുക, അബണ്ടൻസ് ഉണ്ടാവുക. നിങ്ങളിരിക്കുന്നിടം ഫെർട്ടൈലായിരിക്കും, നിങ്ങളിരിക്കുന്നിടം വളരെ ഹാപ്പിനെസ് ഉള്ളവരായിരിക്കും, നിങ്ങളിരിക്കുന്നിടം വളരെ നല്ല വൈബ് ഉള്ളവരിടമായിരിക്കും, നിങ്ങളിരിക്കുന്നിടം വളരെ ഹാപ്പി, മറ്റുള്ളവർക്കും കൂടി ഒരു എനർജി കിട്ടുന്ന ഒരിടമായിരിക്കും. അതാണ് ഈ എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം. ഇത് രണ്ടും സെൽഫ് ലവിൻ്റെ കാർഡാണ്. സെൽഫ് ലവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ട് നിങ്ങൾ എങ്ങനെ, ഹൗ ക്യാൻ ഐ ബി ഇൻഡിപെൻഡൻ്റ് എന്നായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉള്ളിലുള്ള കോൺഫ്ലിക്റ്റുകളെ നിങ്ങൾക്കുള്ളിലുള്ള കോൺഫ്ലിക്റ്റുകളെ നിങ്ങൾ തമ്മിലൊന്ന് സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമമൊക്കെ നടത്തുന്നതാവാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോഴേ നിങ്ങൾ ഡീഫെയിംഡ് ആവാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ മോശമായിട്ടൊരു അഭിപ്രായം പറയുന്നത് നിങ്ങൾ കേൾക്കുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കോൺഫ്ലിക്റ്റ് വരാനോ സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഒരു ഇമേജിൽ കോട്ടം വരുന്ന പോലത്തെ ഒരു എനർജിയാണ്. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിൽ ഒരു കോട്ടം വരുന്ന പോലത്തെ ഒരു എനർജിയാണ്. ഇത് 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൈസ പരമായിട്ട് ചില ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലാത്ത പർച്ചേസിങ്ങിന് പോകാൻ സൂക്ഷിക്കണം. പർച്ചേസിങ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോയിട്ട് മേടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, കാല് കൈക്കൊക്കെ വേദനയോ ഷോൾഡറോ നെക്കൊക്കെ പെയിൻ ഉണ്ടാവുക, അങ്ങനത്തെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് മാനസികമായിട്ടൊരു സുഖമില്ലായ്മ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി പൈസ ഇല്ല എന്നുള്ളൊരു തോന്നലുകൊണ്ടായിരിക്കും. എന്തെങ്കിലും ഇന്ന് പൈസ മീറ്റ് ചെയ്യേണ്ടതിൽ ആവശ്യം ഉണ്ടാവും, പക്ഷെ കയ്യിൽ പൈസ ഇല്ല എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലർ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലുണ്ട്. ചില ആളുകൾ എനിക്ക് നല്ലതല്ല എന്ന് തോന്നുന്നത് കൊണ്ട് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇതൊരു നഷ്ടബോധത്തിൻ്റെ കൂടെ കാർഡാണ്. നിങ്ങൾ ഒട്ടും ഇഷ്ടത്തോടൊന്നും അല്ലെങ്കിലും
നഷ്ടബോധത്തോടു കൂടി ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലത്തെ ഒരു എനർജി ഉണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾ അതാണ് പറയുന്നത്, റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുക. അതായത് ഇവിടെ എല്ലാം സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ലേഡിയെയും പിന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് മേ ബി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നതാവാൻ സാധ്യതയുണ്ട്. നഷ്ടബോധമാണ് കാണുന്നത്, എങ്കിലും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക. മജീഷ്യനാണ്. മജീഷ്യൻ എപ്പോഴും ക്രിയേറ്ററാണ്. നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു മാനിഫെസ്റ്റേഷൻ കാർഡാണ് മജീഷ്യൻ പറയുന്നത്. അതുപോലെ ക്രിയേറ്ററാണ്. നിങ്ങൾക്ക് എന്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അത്രയും എല്ലാ റിസോഴ്സുകളും നിങ്ങൾക്കുള്ളൊരു ദിവസമാണ്. അതാണ് ഈ പറഞ്ഞ എല്ലാ റിസോഴ്സുകളും നമ്മുടെ ലൈഫിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, പെൻറ്റക്കിൾസ് ആണെങ്കിലും സ്വോർഡ്സ് ആണെങ്കിലും വാണ്ട് ആണെങ്കിലും ഇനി അതല്ല കപ്പാണെങ്കിലും എല്ലാ റിസോഴ്സും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് മജീഷ്യൻ എനർജി പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം, നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനും ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. മറ്റുള്ളവരോട് കള്ളം പറയുക, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ വഴിക്കാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആവാനും സാധ്യതയുണ്ട്. നിങ്ങളോട് മറ്റുള്ളവർ കള്ളം പറയുന്നതാവാനും സാധ്യതയുണ്ട്. അതുപോലെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടാവും, ചിലപ്പോൾ വഴിപാടുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു എനർജി ഉണ്ട്. ഈ പ്രതിഷ്ഠ ഉള്ളിടത്തൊക്കെ പോവുക, പ്രതിഷ്ഠ നടക്കുന്നിടത്ത് പോവുക, വിഗ്രഹാരാധന ചെയ്യുന്നിടത്ത് പോവുക, അങ്ങനെയുള്ള ഒരു എനർജി കാണുന്നുണ്ട്. നെക്സ്റ്റ് ഏസ് ഓഫ് വാണ്ട്സ്. ഇതൊരു പുതിയ തുടക്കമാണ്. നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും. ഏസ് ഓഫ് വാണ്ട്സ് പറയുന്നത് ഒരു പുതിയ തുടക്കമാണ്. ഇതൊരു നമ്മുടെ കർമ്മയാണ്. കർമ്മ മീൻസ് ചിലപ്പോൾ നമ്മളിത് ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരിക്കും, നമ്മുടെ ലൈഫ് പർപ്പസിലുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കാർമിക്കാണല്ലോ. നമ്മുടെ ലൈഫ് പർപ്പസിലുള്ള ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കാർമിക്കായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളത് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പോൾ അതെന്തോ ഒരു പുതിയ കാര്യം പഠിക്കുന്നതാവാം. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണത്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രണർഷിപ്പ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് അത് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ്. അങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇന്ന് തുടങ്ങാവുന്നതാണ്. ഇനി അതല്ല ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾ ഡാൻസർ ആണെങ്കിൽ ഡാൻസ് പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും, അരങ്ങേറ്റമായിരിക്കാം. അതല്ല നിങ്ങൾ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു പുതിയൊരു വർക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം, അതിൻ്റെ പബ്ലിഷിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിൽക്കുന്ന തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു നല്ല ദിവസമാണ്. അതല്ല ഇന്ന് നിങ്ങളൊരു പുതിയ കാര്യം ചിലപ്പോൾ പഠിക്കാനൊക്കെ തുടങ്ങുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. ദെൻ ഡെത്ത് കാർഡ് പറയുന്നത് ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു എന്നാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാതി അതിൻ്റെ ശേഷമുള്ളൊരു സമയമാണ്. ചിലപ്പോൾ ഇന്നൊരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നു എന്നാണ്. ചിലപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ലൈഫിൽ ഒന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് തന്നെ കൂടുതൽ ചിന്തിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു ചേഞ്ച് ആണ്. അപ്പോൾ ലൈഫിലൊരു വലിയ ഫേസ് എൻഡായിട്ട് റീബർത്ത് ഉണ്ടാവുന്നതാണ്. ചിലപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം അവസാനിച്ചിട്ട് അതേ കാര്യം എന്താണോ കാർമികമായിട്ടുള്ള സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ എൻഡായിട്ട് വീണ്ടും അത് റീഗെയിൻ ചെയ്യുക അല്ലെങ്കിൽ റീബർത്ത് എടുക്കുന്നതാവാൻ സാധ്യതയുണ്ട്. എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ട് പുനരാരംഭിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഡെത്തായി പോകുന്നു. നിങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും. സറണ്ടർ ചെയ്യുന്നതോ സാക്രിഫൈസ് ചെയ്യുന്നതോ ആവാം. നിങ്ങളായിട്ട് തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സായിട്ട് അത് നിങ്ങളിൽ നിന്ന് ഡെത്താക്കി കളയും എന്നാണ് കാണുന്നത്. ഈ ഡെത്ത് കാർഡ് ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ആവുന്ന കാർഡാണ്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് പെയിൻഫുൾ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ എൻഡ് ആവുകയും വേറെ ചില കാര്യങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. ദെൻ ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത് ഇതും പറഞ്ഞ പോലെ പാഷനെ പിന്തുടരുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ അതിൻ്റെ ഏറ്റവും സുപ്രീം എൻഡിലേക്ക് പോകുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഓപ്റ്റിമൽ ലെവലിലേക്കൊക്കെ എത്തി, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പീക്കിലോട്ടൊക്കെ എത്തി. നിങ്ങളുടെ സ്വഭാവം വല്ലാതെ മാറിപ്പോയി, നിങ്ങളൊരു വല്ലാത്ത ട്രാൻസ്ഫോർമേഷനും കൂടെ കടന്നു പോവുകയാണ്, നിങ്ങൾ ശരിക്കും വേറൊരാളായി മാറി എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മാറി ചിന്തിക്കുന്ന നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് വേറെ രീതിയിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാകാൻ സാധ്യതയുണ്ട്. അതാണ് ക്വീൻ ഓഫ് വാണ്ട്സ്. മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ പാഷൻ്റെ ഏറ്റവും പീക്കിൽ നിങ്ങൾ എത്തിയ ഫെമിനൈൻ എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും, അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരിക്കും, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മാറി ചിന്തിക്കുക, നിങ്ങളെ നോക്കി നിങ്ങളുടെ സേഫ് സോൺ നോക്കി നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടാവും നിങ്ങളുടെ ലൈഫിൽ, ചിലപ്പോൾ ഏറ്റവും ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ളൊരു ഡിസിഷൻ ചിലപ്പോൾ നിങ്ങൾ ഇന്ന് എടുക്കുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഫുൾ കാർഡ് വീണ്ടും ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ കുറേ പുതിയ തുടക്കങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ.
ഈ ഫൂൾ എന്ന് പറയുന്നത് ചിലപ്പോൾ പാസ്റ്റിലുള്ള കുറേ ട്രോമാസ് ഉണ്ടാവും, അതിനെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒരു പുതിയ സ്റ്റാർട്ടാണ് കാണുന്നത്. ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന കുറേ ട്രോമാസിനെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അത് അതൊരു പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ ലേഡി നോക്കുന്നത് ഈ ഇതിലേക്കാണ്. ഈ വളരെ ലൈറ്റഡായിട്ട് ചിന്തിക്കുന്ന ഒരു ലേഡി, ഈ പാഷനെ പിന്തുടർന്ന് പോകുന്ന ഒരു ലേഡി, അവരൊരു പുതിയ തുടക്കം വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അവർ ചിലപ്പോൾ ആ ഒരു പാഷനിൽ നിന്ന് ചിലപ്പോൾ മാറിപ്പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ പാഷനിലെത്തി അതിൻ്റെ എക്സ്ട്രീം ഏറ്റവും സുപ്രീം ലെവലിൽ എത്തിയതിന് ശേഷം അവർ വീണ്ടും ഒരു പുതിയ യാത്രയിലേക്ക് പോകുന്നതാവാൻ സാധ്യതയുണ്ട്, ഒരു പുതിയ തുടക്കത്തിലേക്ക്. ചിലപ്പോൾ അവരവരുടെ ആ ഒരു മേഖല വിട്ട് വേറൊരു മേഖലയിലേക്ക് പോകുന്നതാവാം. ചിന്താശേഷി അവിടെ ഇപ്പം ചിന്തിക്കുന്ന ഒരു തലത്തിൽ നിന്ന് മാറി വേറെ തലത്തിൽ ചിന്തിക്കുന്നതാവാം. അത്തരത്തിലൊക്കെ ഒരു എനർജിയാണ് ഈ ഫൂള്. ഒരു പുതിയ തുടക്കമെന്നും യാത്രയെന്നും ചിലപ്പോൾ തീർത്ഥാടനം പോലുള്ള യാത്രകളാവാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു യാത്രകൾക്ക് പോകാൻ, തീർത്ഥാടന യാത്രകളൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുള്ളൊരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് ഫുൾ കാർഡ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരാൾ ചിലപ്പോൾ തിരിച്ചു വരുന്നതാകാം. ചിലപ്പോൾ പാസ്റ്റിൽ തീർന്നു പോയെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാർമിക് സിറ്റുവേഷൻസ് വീണ്ടും പുനരാരംഭിക്കുന്നതാവാം. ഇമോഷണലി കണക്ഷൻ ഇല്ലാതിരുന്ന ഒരിടത്ത് ചിലപ്പോൾ ഇമോഷണലി ഇപ്പോഴും കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാവാം. നിങ്ങൾ കാത്തിരുന്നൊരു വ്യക്തി, അയാൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ തിരിച്ചു വരുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കും, ചിലപ്പോൾ തിരിച്ചു വരുന്നുണ്ടാവാം. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടാവാം. അത്തരത്തിലുള്ള എനർജിയാണ് ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതായത് കാത്തിരുന്ന ഒരാളാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് കുറേ കാർമിക് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് ബ്രേക്കപ്പ് ആയിപ്പോയി, പാസ്റ്റിൽ ബ്രേക്കപ്പ് ആയിപ്പോയിട്ടുള്ള റിലേഷൻഷിപ്പ് തിരിച്ച് പതുക്കെ നിങ്ങളിലേക്ക് വരുന്നതാവും. അപ്പോൾ ഈ ഒരു ജേർണിയുടെ ഇടയ്ക്ക് നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ അയാളിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതോ ആകാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് കപ്സ്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് കപ്സ് ആണ്. ഇത് ഒരു നഷ്ടബോധത്തിലിരിക്കുന്നു എന്നാണ്. പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്തിട്ട് വേദനിക്കുക, വിഷമിക്കുക, അതിൻ്റെ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ മനോഹരമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് നോക്കുക, അതെടുക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെന്ന് വെച്ചാൽ അതൊക്കെ പാസ്റ്റാണ്, അതൊക്കെ കഴിഞ്ഞു പോയതാണ്. അതിനെ ലെറ്റ് ഗോ ചെയ്യുക, മുന്നോട്ട് പോകാൻ പറ്റുന്ന, നമുക്ക് എന്ത് പ്രശ്നത്തിനകത്ത് നിന്നാലും നോക്കിയാൽ നമുക്കൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുക, അതിനൊരു സൊല്യൂഷൻ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാവും. അതിനെ എടുക്കുക, പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള സൊല്യൂഷനും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് കണ്ടെത്തുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നത്തെ കാര്യം. അതായത് നിങ്ങളിന്ന് കുറച്ച് പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ നിൽക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഡെത്ത് കാർഡും ഈ 5 ഓഫ് കപ്പും ഒക്കെ പറയുന്നത്. ബോട്ടം നിൽക്കുന്ന 5 ഓഫ് വോണ്ടാണ്. അപ്പോൾ വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് മേ ബി നിങ്ങൾ ആരെങ്കിലും ആയിട്ട് വാഗ്വാദം ഉണ്ടാവുന്നതാവാം, വഴക്കുണ്ടാവുന്നതാവാം, അവരോട് ആർഗ്യുമെൻ്റ് ഉണ്ടാവുന്നതാവാം. അതായിരിക്കും ചിലപ്പോൾ ഡെത്ത് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലുമായിട്ട്, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലുമായിട്ട് ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഡീഫെയിംഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിൽ മറ്റെന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ഈ വഴക്കുകൾ ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ മറ്റുള്ളവർ സംശയിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. 5 ഓഫ് കപ്പും പറയുന്നത് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാവരും കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും നിങ്ങൾ ഡീഫെയിംഡ് ആകാൻ സാധ്യത ഉണ്ടെന്നും അതിൽ പെയിൻ അനുഭവിക്കാൻ സാധ്യത ഉണ്ടെന്നും അത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണെന്നും, ഡെത്ത് എന്ന് പറയുന്ന കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ്റെ എൻഡാണ്. അപ്പോൾ അവിടെ അത് നിങ്ങൾ അനുഭവിക്കേണ്ടതായതുകൊണ്ട് ഇന്നുണ്ടാകുന്നൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കുക, വഴക്കുകളിൽ വലിയ പങ്ക് ഇടാൻ പോകാതിരിക്കുക. പിന്നെ വരേണ്ടതാണെങ്കിൽ വരും, അതിൽ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, വഴക്കുണ്ടാകുന്നിടത്ത് മാറി നിൽക്കാൻ ശ്രമിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.